Hello friends, welcome back to Marian's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തനി നാടൻ പുട്ടിന്റെ ഒരു വെറൈറ്റി വേർഷൻ ആണ് ട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കി പുട്ടിനകത്ത് നാളികേരത്തിന് പകരമായിട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുത്ത നല്ല ചെമ്മീൻ പുട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള, അതൊരു മീഡിയം വലിപ്പമുള്ള സവാള കുഞ്ഞിതാക്കി നുറുക്കിയിട്ടാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് വഴറ്റി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയാവട്ടെ. കണ്ടോ, ഈ ഒരു കളറിലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ ഒരു തക്കാളിയാണ്, മീഡിയം വലിപ്പമുള്ള, ഒരുപാട് പഴുത്തിട്ടുമില്ല, അന്നൊട്ടും പച്ചയുമല്ല. അപ്പോൾ ഒരു ഇച്ചിരി പുളി ഉണ്ടായിരിക്കും ഈ തക്കാളിക്ക് കേട്ടോ. അപ്പോൾ അതങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായിട്ട് നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും അരിയും കുഴപ്പമില്ല, നന്നായിട്ട് മസാലയാക്കാനുള്ളതല്ലേ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയും സവാളയും എല്ലാം അത് നല്ല മസാലയായിട്ട് കിട്ടണം കേട്ടോ. ഏകദേശം ഒരു 5-8 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് അല്പം വേപ്പിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 8 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങി നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഏകദേശം ഒരു 3 കിലോ പ്രോൺസ് ഉണ്ടായിരിക്കും കേട്ടോ. നല്ല കനമുണ്ട് പ്രോൺസിന്. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രോൺസ് ഉണ്ടാവാനാണ് സാധ്യത. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല, കാരണം പ്രോൺസിൽ നിന്നുള്ള വെള്ളം, അതേപോലെ തക്കാളിയും സവാളയും എല്ലാത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി പ്രോൺസ് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അല്പം ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം, കാരണം പ്രോൺസ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രോൺസിൽ നിന്നുള്ള വെള്ളവും അതേപോലെ തക്കാളീൻ്റെയും ഒനിയൻ്റെയും എല്ലാം ജ്യൂസൊക്കെ ഇറങ്ങി ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഡ്രൈ പരുവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്തോണം ഒരുപാട് ബലത്തിൽ മിക്സ് ചെയ്യേണ്ട, കാരണം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ പ്രോൺസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് അല്ല കേട്ടോ, ക്രഷ് ചെയ്ത് വെച്ചതാണ്. അത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പേസ്റ്റ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ചെമ്മീൻ പുട്ടിനകത്തിട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇതേമാതിരി ക്രഷ് ആക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു പീസൊക്കെ ഇഞ്ചിൻ്റെ കഴിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ തന്നെ ആ ചെമ്മീനിൻ്റെ നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. നല്ലൊരു ഡ്രൈ പരുവായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടായിരിക്കും. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗരം മസാലപ്പൊടിയാണ്, അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു ഇച്ചിരി എരിവ് കാണൂല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെപ്പർ പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കാത്ത കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് പ്രോൺസുമ്പോൾ പിടിക്കുകയും ചെയ്യും. അതേപോലെ മസാല നന്നായിട്ട് വാടി നല്ല സ്മെല്ല് വരികയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇതേമാതിരി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പ്രോൺസുമേലെ മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ നാളികേരം കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 മുറി നാളികേരമാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി പ്രോൺസിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ബീഫൊക്കെ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേമാതിരി നാളികേരം കൊത്ത് ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ, അത് നല്ല ടേസ്റ്റ് അല്ല. അതുപോലെ തന്നെയാണ് പ്രോൺസിൻ്റെ കൂടെ നാളികേരം കൊത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ
നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തുമല്ലോ, മിക്സിനകത്തിട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു പാത്രത്തിലാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാളികേരം കൊത്തൊക്കെ ചേർത്താണ് കാരണം പിന്നെ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അത് ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഏകദേശം 1-1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാണ് തീ വെച്ചത്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഡ്രൈ റോസ്റ്റ് ആക്കി നമുക്ക് കിട്ടും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ, അതായത് ഗ്രേവി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പുട്ടിനകത്ത് റെഡിയാവില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി വേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പൊടി ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ട്. അത് ചെമ്മീൻ റോസ്റ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ പൊടി ഞാൻ നനച്ച് വെച്ചു. അപ്പോൾ ഇച്ചിരി നേരം ഇരിക്കുമല്ലോ. പിന്നെ നാളികേരം ചെരുകിയതുണ്ട്, പിന്നെ നമ്മുടെ ചെമ്മീൻ നമ്മൾ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് തുടങ്ങാം. പൊടി എപ്പോഴും മുന്നേ നനച്ച് വെക്കുക. അത് ഇച്ചിരി നേരം ഇരിക്കുമ്പോഴാണ് നന്നായി വരിക. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം എടുക്കാം. ഇതാകുമ്പോൾ 1-2 പുട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നാളികേരമാണ് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുമ്പോൾ അതാണല്ലോ ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി, ഞാനിപ്പോൾ ഇതിനകത്ത് 2 പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ പുട്ട് മതി എന്നുണ്ടെങ്കിൽ 3 പുട്ടിനുള്ളത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പ്രോൺസ് മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു പോരായ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രോൺസ് മസാല ഇച്ചിരി അധികം ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രേവി എല്ലാം താഴത്തെ പുട്ടിൻ്റെ പീസമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ പ്രോൺസ് മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ഏകദേശം 2 ടേബിൾ സ്പൂൺ തന്നെ നാളികേരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രോൺസ് പുട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി പുട്ടിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാമറ വെച്ചത് ഒരിച്ചിരി ശരിയായില്ല, ഞാനാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പുട്ടിൻ്റെ പൊടി ഞാൻ 2ാമത്തെ കട്ടയ്ക്കുള്ളത് നിറച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിനകത്തോട്ട് പ്രോൺസിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതായിട്ട് നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എടുത്തിട്ട് കുത്തുന്ന സമയത്ത് ആദ്യം പ്രോൺസിൻ്റെ മസാലയാണ് വരിക. അപ്പോൾ തന്നെ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത്രയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മൂടി വെച്ച് നന്നായി അടച്ച് വയ്ക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ പാത്രത്തിനകത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്കിതങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കറിയാമല്ലോ പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം 5 മിനിറ്റ് 6 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്രയും ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ പുട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതങ്ങ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെമ്മീനെല്ലാം കറക്റ്റായിട്ട് വരണ കാണാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി, ചെമ്മീൻ പുട്ട് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. മരിയൻസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.